നമസ്കാരം. ഹിജാബ് പ്രശ്നത്തിൽ ആരാ ജയിച്ചത്, ആരാണ് തോറ്റത്? ജയിച്ചതാര്, തോറ്റതാര്? ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. കോടതിയിൽ പ്രശ്നം രമ്യമായിട്ട് പരിഹരിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. അനവധി പേര് നിരക്കെ പരക്കെ പറയുന്നുണ്ട് സ്കൂളുകാർക്ക് വമ്പൻ ജയം, നിലപാടുകളുടെ രാജ്ഞി കന്യാസ്ത്രീ, ഇംഗ്ലീഷ് പറഞ്ഞ കന്യാസ്ത്രീ, സർക്കാർ പരാജയപ്പെട്ടു, ജിഹാദികൾ പരാജയപ്പെട്ടു, ഇങ്ങനെ കാണുന്നുണ്ട്. ആരാണ് ഹിജാബ് വിഷയത്തിൽ വിജയിച്ചത്, ആരാണ് ഹിജാബ് വിഷയത്തിൽ പരാജയപ്പെട്ടത്? അതിൻ്റെ നിജസ്ഥിതി എന്താണ്? നമസ്കാരം. ഹിജാബ് വിഷയം രമ്യമായിട്ട് കോടതിയിൽ വെച്ച് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു, കൺക്ലൂഡ് ചെയ്തു. ആ ഫയൽ അടച്ചു. ഇനി അങ്ങനൊരു പ്രശ്നമേ ഇല്ല. ഡിലീറ്റ് ചെയ്തെന്ന് പറയില്ലേ. അതിൻ്റെ വാല് പിടിച്ച് ഇപ്പോൾ സംവാദ വിവാദങ്ങൾ നടക്കുന്നുണ്ട്, ചൂട് പിടിച്ച് നടക്കുന്നുണ്ട്. ഓപ്പൺ മീഡിയ ശ്രദ്ധിച്ച സമയത്ത് അതിൽ വരുന്ന പ്രസ്താവനകൾ, അതിൽ വരുന്ന റീലുകളാകട്ടെ, ഷോർട്ടുകളാകട്ടെ, വീഡിയോസ് ആകട്ടെ, ഫേസ്ബുക്കിൽ വരുന്ന പ്രസ്താവനകളാകട്ടെ, അതിലൊരു 90% പേരും പറയുന്നത് മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു എന്നാണ്. സുഡാപ്പികൾ പരാജയപ്പെട്ടു, താലിബാനിസം കൊണ്ടുവരാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു, തീവ്രവാദം പരാജയപ്പെട്ടു, കോയമാർ പരാജയപ്പെട്ടു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നവർ ആരാണെന്ന് ഏകദേശം മനസ്സിലായല്ലോ. മാത്രമല്ല, ആ കോടതി വിധി ആ സ്കൂളിന് അനുകൂലമായി എന്നും ഹിജാബിനും അതിട്ട് വരുന്നവർക്കും ഒരു തിരിച്ചടിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് കുറേ വിളിക്കുന്ന കുറേ ആളുകളും ഉണ്ട്, അവരുടെ എണ്ണവും വളരെ വലുതാണ്. അതേ സമയത്ത് ഹിജാബ് ധാരണത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നവർ, ഹിജാബ് ധരിച്ചു വന്ന പെൺകുട്ടിക്ക് അനുകൂലമായി നിൽക്കുന്നവർ, അവരുടെ പ്രതികരണം വളരെയധികം ശുഷ്കമാണ്. അവരുടെ ശബ്ദം കാര്യമായിട്ട് പുറത്തു വരുന്നില്ല. അവർക്കൊക്കെ ഒരു നിരാശ ബാധിച്ച പോലെ ആണ് കാണപ്പെടുന്നത്. ഈ ഹിജാബ്, സെൻറ്റ് റീത്താസിലെ ഹിജാബ് വിഷയത്തിൽ മാത്രമല്ല, ജനറലായി തന്നെ ഒരു പരാജയ ഭീതിയുടെ നിഴൽ ഈ ഹിജാബിന് അനുകൂലമായിട്ട് വർത്തിക്കുന്നവരുടെ മനസ്സിനെ വന്ന് മൂടിയതായിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട്. സമസ്തയിൽ നിന്ന് വിട്ടുപോകുന്നൊരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, AP വിഭാഗം, RSS ആഭിമുഖ്യം പ്രഖ്യാപിച്ചവർ, അവർ RSS ആഭിമുഖ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ ഒരു വിമർശനം ഉണ്ടായി. അന്ന് എനിക്ക് നേരെ വന്നത് സുനാമി സദൃശമായിട്ടുള്ളൊരു ആക്രമണമാണ് വന്നത്. രാക്ഷസ തിരകൾ പോലെ. ആരാടാ, എന്താടാ, എന്നോട് തെറി വേണ്ടത്രയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ കണ്ടില്ല. ഇവിടെ വന്ന് അഭിപ്രായം പറയുന്ന ആളുകൾ മുഴുവൻ ഒരു തരം വിനാപകാവ്യം ഉച്ചരിക്കുന്ന പോലെയായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? മതേതരത്വ സങ്കല്പമല്ലേ നമ്മുടെ രാജ്യം? നമ്മൾ മനുഷ്യരല്ലേ? മാനവികത കാത്ത് സൂക്ഷിക്കണ്ടേ? ഒരു തുണ്ട് തുണി, ഒരു കഷ്ണം തുണി തലയിലിട്ട് എന്താ ഇങ്ങനെ നിങ്ങൾക്ക് എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ ആകാമോ എന്ന് പറഞ്ഞ് അവരെ വഴിപാടൊപ്പിച്ച് വിടുകയുണ്ടായത് മുസ്ലിം സംഘടനകളും അവരുടെ നേതാക്കന്മാരും. അവർ റിയലി ദ ഡീപ്ലി ഡിസപ്പോയിൻറ്റഡ്. അതൊരു സത്യമാണ്. ഘനീഭൂതമായിട്ടുള്ള ഫ്രോസൻ ഫോം ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്, ഘനീഭൂതമായിട്ടുള്ള നിരാശ ബാധിച്ച പോലെയാണ് അവർ പെരുമാറിയത്. ഇവിടെ പലരും തുറന്നു പറയാൻ ഇഷ്ടപ്പെടാത്ത, അതോ മടി കാണിക്കുന്നൊരു കാര്യമുണ്ട്. വ്യക്തിപരമായിട്ട് 100 മുസ്ലിങ്ങൾ ആൻഡ് 100 ക്രിസ്ത്യാനികൾ ഇവരുടെ അഭിപ്രായം തേടിക്കഴിഞ്ഞാൽ
100 ക്രിസ്ത്യാനികളും ഹിജാബിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. 100 മുസ്ലിങ്ങളും ഹിജാബിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ചേരിതിരിവോടെ അറിയാം. ഹിജാബിന് ഉപരിയായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനിയെ കണ്ടുകൂടാ, ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളെയും കണ്ടുകൂടാ. പിന്നെ വല്ലപ്പോഴും ക്രിസ്മസിന് ആ ഒരു പാമ്പ്ളാരി അച്ഛനോ ആരെങ്കിലും പാണക്കാട് വരും. മറ്റേ ക്രിസ്മസ് വരുന്ന സമയത്ത് ഇവിടുന്ന് റംസാൻ വരുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും മുന്തിരി ഇറങ്ങി കൊടുക്കും. അവിടെ അവസാനിക്കുകയാണതല്ല. അതൊക്കെ ഒരു തരം വഷളത്തരം മാത്രമാണ് അതെല്ലാം. എന്നാൽ പരസ്യമായിട്ട് അവിടെയും ഇവിടെയും മുട്ടാതെ തട്ടാതെ എന്തെല്ലാമൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുകയാണ്. കാരണം അവർക്ക് ആ ക്രീമി ലെയർ തലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വലിയ ജീവിതമുണ്ട്, കാറുണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, മെർസിഡസ് ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ തലയിട്ട് ഞങ്ങളുടെ സന്തോഷം എന്തിനാ കളയുന്നത്? പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം അതൊക്കെയല്ല, കന്നാലി ക്ലാസ് അല്ലേ, അവരുടെ ലഹളി ഉണ്ടാക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. പിന്നെ ഇന്നലെ വന്ന കോടതി വിധി, സത്യത്തിൽ കോടതിയിൽ നിന്ന് ഒരു വെർഡിക്റ്റ് ഉണ്ടായിട്ടില്ല. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ DDE പറഞ്ഞ കാര്യം, അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു സ്കൂളിന് യൂണിഫോം എപ്രകാരമായിരിക്കണം, ഏത് നിറത്തിലായിരിക്കണം, ടൈ വേണോ, നെക്കിലുള്ള ടൈ വേണോ, അതല്ലെങ്കിൽ ഷൂസ് വേണോ എന്നിത്യാദി കാര്യങ്ങൾ നിർണ്ണയിക്കാനുള്ള അവകാശം ഒരു സ്കൂളിനുണ്ട്, പരിപൂർണമായിട്ടുള്ള അവകാശമുണ്ട്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇനി യൂണിഫോം വേണ്ട അങ്ങനെയാണോ? എങ്ങനെയാകാം? നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ലേ, ഉള്ള വസ്ത്രം ഇട്ട് പോകുന്നു. പോസ്റ്റ് ഓഫീസൊക്കെ തുറന്നിട്ട് പോകുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വലിയ തമാശയാണ്. ആ പോസ്റ്റ് ഓഫീസ് അടക്കടാ എന്ന് പറയും. ബട്ടൺസ് ഒന്നും ഇടാണ്ട് മുന്നിൽ മണി കെട്ടി നോക്കി വന്ന്. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. ഇതിലൊന്നും കോടതിക്കൊരു പ്രശ്നമല്ല. അത് നിങ്ങളുടെ ചോയ്സാണ്. ആ ചോയ്സിനിടയിൽ ഏതൊരു സ്കൂളുകാർ പറയുകയാണ്, നമുക്ക് നീലയും വെള്ളയാണ് കേട്ടോ, എല്ലാവരും ഷൂസ് ധരിക്കണം കേട്ടോ, എല്ലാവരും ടൈ ധരിക്കണം കേട്ടോ എന്നിത്യാദി കാര്യങ്ങൾ പറയുന്നു. പിന്നെ ആ കൂട്ടത്തിൽ നിങ്ങളിന് ആർക്കെങ്കിലും ഹിജാബ് വേണമെങ്കിൽ അത് ഇടാൻ കേട്ടോ, നിങ്ങൾക്കാർക്കെങ്കിലും കയ്യുമ്മേ രാഖി കെട്ടണോ അതും ചെയ്യാൻ കേട്ടോ, ചന്ദനം തൊടണോ അതും ചെയ്യാൻ കേട്ടോ, ശബരിമല സീസൺ വരുമ്പോൾ കറുത്ത മുണ്ടെടുത്ത് വരണോ അതും ചെയ്യാൻ കേട്ടോ. അങ്ങനെയൊരു ചോയ്സ് അവർക്ക് പറയാവുന്ന കാര്യമുള്ള ഒരു കടുംപിടുത്തത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ കോടതി വിധി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രകാസം വിളക്കുന്നവർ കോടതിയിൽ ഒരു വിധി ഉണ്ടായിട്ടില്ല. ആസ് യുവർ ഓൺ വിഷസ് എന്നാണ് പറഞ്ഞുള്ളത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഈ എന്തായാലും പറയാം ഈ യൂണിഫോം നിശ്ചയിക്കാം, എങ്ങനെ വേണ്ടി നിശ്ചയിക്കാം. അതാണ് കോടതി വിധി. ഏതെങ്കിലും ഒരു സ്കൂളിൽ യൂണിഫോം പച്ചയും വെള്ളയും, അതോടൊപ്പം തന്നെ കുട്ടികൾ ഹിജാബ് ഇട്ട് വരുന്നു, കോടതി ഇടപെടുമോ? എന്താ നിങ്ങൾ ഹിജാബ് അനുവദിച്ചായിരുന്നു? കോടതി ഇടപെടില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ സ്കൂളുകൾ തന്നെ ഹിജാബ് അനുഭവിക്കുന്ന വേണ്ടത്ര സ്കൂളുകളുണ്ടല്ലോ. അപ്പോൾ ഇതൊരു കടുംപിടുത്തമല്ലേ വാസ്തവത്തിൽ? ഏതായാലും DDE പറഞ്ഞ കാര്യം ഇതാണ്. അവരവരുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള മുദ്രകൾ, ചന്ദനം തൊട്ട് വരുന്നത്, കൈമ രാഖി കെട്ടി വരുന്നത്, സീസണിൽ കറുത്തമുണ്ടെടുത്ത് വരുന്നത്, ഹിജാബ് ധരിക്കുന്നത്, ഇതിനൊന്നും വിലക്കരുത്. അത് തെറ്റാണ്. അതാണ് DDE പറഞ്ഞത്. ആ ഉത്തരവ് ഇപ്പോഴും നിലവിലുണ്ട്. കോടതി അത് തള്ളിയിട്ടില്ല. അതിൻ്റെ പേരിൽ സ്റ്റേ കൊണ്ടുവരാൻ ഹർജി കൊടുത്തു, അത് തള്ളിക്കളയുകയും ചെയ്തു. ഏതായാലും ഇന്നലെ അവർ ചോദിച്ചത്, ഇത് നിങ്ങൾ തമ്മിൽ തീർത്തുകൂടെ, എന്തിനാണ് ഈ പ്രശ്നം വലിച്ചു വാരുന്നത് എന്ന് ചോദിച്ചു. വളരെ മാന്യമായിട്ടൊരു കാരണവരുടെ സ്ഥാനത്തിരുന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്നവർ പറഞ്ഞു. സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ഫർദറായിട്ട് ഞങ്ങളൊരു നടപടിയും എടുക്കുന്നില്ല. ഉടനെ തന്നെ ഇവിടെയുള്ള കുറേ പണിക്കാരന്മാർ, തനി തെമ്മാടിയാണ് അവൻ. അവനെ കാണുന്ന സമയത്ത് ഒരു തറവാടിയാണെന്ന് തോന്നും. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായവരാന്ന് തോന്നുന്നു. അവൻ്റെ മുഖം കാണുമ്പോൾ കാണിക്കുന്ന മുഴുവൻ കശ്മലത്തിലാണ് അവൻ കാണിക്കുന്നത്. എവിടെയും ഇല്ലാത്ത കുറേ ഈ ഒരു വകുപ്പുകളും കാര്യങ്ങളും പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ജനങ്ങളോട് വളരെ ഗൗരവത്തിൽ സംസാരിക്കുക. അവനേക്ക് വഴിയിലിട്ട് തച്ച് തകർക്കണം. അത്രയും വൃത്തികെട്ടവനാണ് പണിക്കാരൻ.
ഒരിക്കൽ BJP കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് അവനെ. ഏതായാലും ഇതാണ് സത്യവാസ്തവ നിജ യാഥാർത്ഥ്യം. അതിൻ്റെ ഇവിടെ തമ്മിൽ തീർത്തുകൂടെ ചോദിച്ചു. അപ്പം നടപടി കേരള സംസ്ഥാനത്തിന് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് ചോദ്യം. ഇന്ത്യ ഗവൺമെൻറ്റോ കേന്ദ്രമോ എന്ത് തന്നെ സൃഷ്ടിച്ചാലും ഏത് തരത്തിലെ കാര്യമാണെങ്കിലും അത് ഒരു സംസ്ഥാനത്തിൽ വന്ന് നടമാടണമെങ്കിൽ NOC അങ്ങനൊരു കടലാസ് ആവശ്യമാണ്. എയിംസ് വരുന്നു, ഞങ്ങളിവിടെ എയിംസ് ഇടാൻ പോകും, ഒറ്റയടിക്ക് എയിംസ് ഇടാൻ പറ്റുമോ? അതിനും വേണം ചില നടപടികളുണ്ട്. ആ നടപടികളിൽ കേന്ദ്രത്തിൻ്റെ പ്രോഗ്രാംസ് ആണെങ്കിൽ പോലും അതിന് കേരളത്തിൽ നിന്നും കൺസെൻറ്റ് വേണം. വലിയ തരത്തിൽ കൺസെൻറ്റ് കൊടുക്കും, അത് വേറെ കാര്യം, അതിനും കൺസെൻറ്റ് വേണം. പക്ഷേ ഇവിടെ പറയുന്നത് ഞങ്ങൾക്ക് കേരള സംസ്ഥാനമായിട്ട് യാതൊരു ബന്ധമില്ല, നിങ്ങൾ ആര് എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കൽ ചെറുതായിട്ട് ഒരു ആയുധം എടുത്ത് പൊക്കി കാണിച്ചു മന്ത്രി ശിവൻകുട്ടി, NOC. പിന്നെ അദ്ദേഹം തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, കുട്ടികളുടെ കാര്യമല്ലേ, വിട്ടുകളഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നടപടിക്ക് അതിൻ്റേതായിട്ടുള്ള വകുപ്പുകളുണ്ട്. ഈ പണിക്കാരൻ മനസ്സിലാക്കണം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം, അവൻ അറിയാഞ്ഞിട്ടല്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം അവൻ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ കാര്യം വന്ന് കിടക്കുന്ന പ്രോബ്ലം സ്റ്റിൽ അണ്ടർ കാർപ്പറ്റ്. ഇന്നും പ്രശ്നം അവിടെ തന്നെ മൂടിക്കെടുക്കുകയാണ്. കനൽ അടങ്ങി ചാരം മൂടിക്കെടുക്കുകയാണ്. ഒരു കാറ്റ് വന്നാൽ വീണ്ടും അത് മേലോട്ട് വരും. സത്യമാണത്. പ്രശ്നം ഇപ്പോഴും ആ വിധത്തിൽ സജീവമാണ്. വിജയപരാജയം ഇനിയും നിർണ്ണയിക്കാറായിട്ടില്ല എന്ന് മറ്റൊരു സത്യം. തീർപ്പ് കൽപ്പിക്കാൻ ഇനിയും സമയമെടുക്കും, അത് മറ്റൊരു സത്യം. ഈ അധ്യയന വർഷം അവസാനിക്കുന്നതുവരെയും അതിന് കാത്തിരിക്കേണ്ടി വരും. എന്നിട്ടേ വിജയിയെയും പരാജിതനെയും, ആരാണ് വിജയി ആരാണ് പരാജിതൻ, അത് നിർണ്ണയിക്കാനാവുള്ളൂ. സെൻറ്റ് ക്രിസ്താസിലെ ഒരു കുട്ടി ചേർന്ന ദിവസം മുതലേ ഹിജാബ് ധരിച്ചിട്ടാണ് അവിടെ വന്നിരുന്നത്. പക്ഷേ സ്കൂൾ ഗേറ്റിൽ വെച്ച് ആ ഹിജാബ് ഊരി ആ കുട്ടിയുടെ ബാഗിൽ, കയ്യിലുള്ള ബാഗിലോ അതല്ലെങ്കിൽ സൈക്കിളിൻ്റെ ബാഗിലോ അതവിടെ ഊരി വയ്ക്കും. സ്കൂൾ ഗേറ്റിൽ വെച്ച് ഒരു ദിവസം സ്കൂളിൽ പഠനം ക്ലാസ്സില്ലാത്ത ദിവസം അവിടെ വന്നു. അന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇത് ബാധകമല്ലല്ലോ എന്ന് വെച്ചാൽ ആ കുട്ടി അന്ന് ഹിജാബ് ധരിച്ചു. സത്യമായിട്ടും അതാണ് അവിടെ സംഭവിച്ചത്. അതിൻ്റെ പേരിൽ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ വഴക്ക് പറഞ്ഞു, ആ കുട്ടിയെ കരയിപ്പിച്ചു, ഊരിപ്പിച്ചു. ഇത് വീട്ടിൽ പറഞ്ഞ സമയത്ത് വീട്ടുകാർ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, സ്വാഭാവികമാണ്, ഞാനായാലും ചെയ്യും, ഞാനായാലും ചിലപ്പോൾ മോന്തം കുത്തുവെച്ച് കൊടുക്കും, അത് വേറെ കാര്യം. ഏതായാലും അവർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവർ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചു. അത് വീഡിയോയിൽ പകർത്തി ലോകമെങ്ങാനും വാരി വെതറി. ഈ വന്നവർ സുഡാപ്പികളാണ്, താലിബാനികളാണ്, അൽഖ്വയ്ദക്കാരാണ് എന്നെല്ലാം പറഞ്ഞ് ലഹളി ഉണ്ടാക്കി ഞങ്ങൾ സ്കൂൾ തകർക്കാൻ വന്നിരിക്കുകയാണ്, ബോംബ് കയ്യിലുണ്ടായിരുന്നു എന്ന രീതിയിൽ അവരങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അവരാണ് ഈ സംഭവം പുറത്തിറക്കിയത്. ഈ കുട്ടിയെ അത് പുറത്താക്കി. ഈ കുട്ടിയുടെ പഠിപ്പ് നിർത്തേണ്ട ഗതികേട് വന്നു. ഏതായാലും എങ്കിൽ പോലും ഇന്നലത്തെ കോടതി ഉത്തരവ് വരെ കാത്തു നിൽക്കാം ആ കുട്ടിയുടെ വീട്ടുകാർ തീരുമാനിച്ചു. കോടതി ഉത്തരവ് വരെ കാത്തുക, വെള്ളിയാഴ്ചത്തെ ഇന്നലെ. ദെൻ വെള്ളിയാഴ്ച കോടതി കോംപ്രമൈസ് ഓർവർ അത് തമ്മിൽ തീർക്കാൻ പറഞ്ഞു. പക്ഷേ DDE ഉത്തരവിൽ ഒരു വിധിയോടെ വന്നിട്ടില്ല കേട്ടോ. സർക്കാർ പിന്മാറിയുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചു. കോടതികൾ യൂണിഫോം അവർക്ക് തീരുമാനിക്കാം, ഒപ്പം ചന്ദനമാകാം, രാഖിയാകാം, ഹിജാബാകാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ കാര്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ശബരിമല ബ്ലാക്ക് ക്ലോത്ത്, ശബരിമല സീസണിലെ ബ്ലാക്ക് ക്ലോത്ത് അത് സ്കൂളിലെ തീരുമാനമാണ്, അങ്ങനെയാകാം. എന്നിട്ടും മത തീവ്ര നിലപാട്, ഹൈജാബ് സമ്മതിക്കില്ല. ഇതാണ് ഋത്താസ് സ്കൂളിൽ പറഞ്ഞത്. അതാണ് പ്രശ്നവും. ആ കുട്ടി അങ്ങനെ പഠിപ്പ് നിർത്തി. ഗവൺമെൻറ് നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ മെക്കെട്ട് കയറി. നിങ്ങൾ എന്തോന്ന് നടപടി എടുക്കാനാ? വരും കാലങ്ങളിൽ അത് കാണാം. പ്രശ്നം അവസാനിച്ചിട്ടില്ല. ഗവൺമെൻറ് എന്ത് നടപടി എടുക്കാനാവുമെന്ന് അവരെ കളിയാക്കിക്കൊണ്ടാണ് ചോദിച്ചത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിത്തൗട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്, വിത്തൗട്ട് NOC, ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവിടെ ഒന്നും നടക്കില്ല. ഏതൊരു കാര്യമാണെങ്കിലും
ഗവൺമെൻറ്റിൻ്റെ കൺസെൻ്റ് ഇല്ലാണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൺസെൻ്റ് ഇല്ലാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനൊന്നും നടത്താൻ പറ്റില്ല. പക്ഷേ ആ കൺസെൻറ്റുകളൊക്കെ അതിനൊരു കൺവെൻഷൻ അതൊക്കെ നടത്തും. അങ്ങനെ ഏതായാലും ശിവൻകുട്ടി ഒരിക്കൽ സൂചിപ്പിച്ചാണ് NOCയുടെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞാണ് എയിംസ് വരാൻ പോവുക, അപ്പോഴും NOC വേണം. എയർപോർട്ട് വരാൻ പോവുക, നല്ല കാര്യം, അപ്പോഴും NOC വേണം. നമ്മളാരും അത് വേണ്ടെന്ന് പറയില്ല എന്ന് മാത്രം. സെൻറ്റ് റീത്താസിന് നിങ്ങളാരാണ്, ഗവൺമെൻറ്റിനോടെ നിങ്ങളാരാണ് എന്ന് സർക്കാരിനോട് ചോദിക്കാൻ കഴിയില്ല. പക്ഷേ അവർ ചോദിച്ചിട്ടുണ്ട്. അതിന് നാടൻ ഭാഷ തെമ്മാടിത്തരന്നേ പറയാൻ പറ്റുള്ളൂ. അവരും സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിൽ തന്നെയാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാരിനെ അവഹേളിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി വലിയ വലിയ വാചാടോപങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ സെക്ഷൻ പറയുന്നു, ഉപസെക്ഷൻ പറയുന്നു, മറ്റേ 1000 വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ വിധി പറയുന്നു, ഇനി വരാൻ പോകുന്ന വിധി പറയുന്നു. അതിലേക്ക് വക്കീൽമാർ രൂപം ധരിച്ച് ഉഷാന്താടിക്കാർ പണിക്കാരന്മാർ വരുന്നു ഇതിന് വേണ്ടിയിട്ട്. ഏതായാലും നമുക്ക് ഏതായാലും നമ്മളുടെ മെയിൻ സബ്ജക്റ്റ് മാറ്ററിലേക്ക് കടക്കാം. ആരാണ് ഇവിടെ പരാജയപ്പെട്ടത്? ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്നത്, ഞാൻ തുറന്ന് പറയാണ്, ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്നത്, അറ്റ് പ്രസൻറ്റ് പരാജയപ്പെട്ട് നിൽക്കുന്നത് യാതൊരു സംശയവുമില്ല. അതെ, ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. എന്നാൽ കൃത്യമായിട്ടും പരാജയം അറിയുക ഈ അധ്യയന വർഷം ഒടുവിൽ മാത്രമാണ്. എന്താണ് അതിന് കാരണം? സെൻറ്റ് റീത്താസിൽ ഏകദേശം 150-ൽ താഴെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾ തട്ടമിടാതെ വരുന്നവരാണ്. പലരും തട്ടം ഊരി വെച്ച് ക്ലാസ്സിൽ വരുന്നവരാണ്. ഗേറ്റ് വരെ തട്ടിട്ട് വരും, അതിന് ആ തട്ട് ഒഴിച്ച് ബാഗിൽ വയ്ക്കുക, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ക്ലാസ്സിൽ സൈക്കിളിൻ്റെ ബാഗിൽ വയ്ക്കും. ഒരു കുട്ടി പുറത്താക്കപ്പെട്ടത് തന്നെയാണ്, പുറത്താക്കിയത് തന്നെയാണ്. ഇനിയും അവിടെ 150, ഈ തട്ടത്തിൻ്റെ പ്രശ്നത്തിനാണ് ആ കുട്ടിയെ പുറത്താക്കിയത്. ഇനി 150-ൽ താഴെ മുസ്ലിം കുട്ടികൾ അവിടെയുണ്ട്. ആ കുട്ടികൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അവരിൽ മിക്ക കുട്ടികളും ഇപ്രകാരം തട്ടം അവോയ്ഡ് ചെയ്തവരല്ല, അവർ ഗതികേട് കൊണ്ട് തട്ടം ഒരു ഊരി വെച്ചിട്ടാണ് ക്ലാസ്സിൽ വരുന്നത്. അതിൽ 3-4 കുട്ടികൾ മാത്രമാണ് TC വാങ്ങിച്ച് ഇങ്ങനൊരു സ്കൂളിൽ ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. TC വാങ്ങിച്ചോ എന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ള കുട്ടികൾ അവിടെ തുടരുന്നത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ്. അധ്യയന വർഷത്തിൻ്റെ ഇടയിൽ വെച്ച് പിരിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടും പഠിപ്പിനെ ബാധിക്കും. മറ്റൊന്ന്, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ആ സ്കൂളിൽ തുടരുന്നത്, അത് മറ്റൊരു സങ്കടം. അതിൻ്റെ പേരിലുള്ള മാനസിക സമ്മർദ്ദം, അത് മറ്റൊന്ന്. മുസ്ലിം കുട്ടികൾ ഇസ്ലാം അനുസന്ധാനം ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിം കുട്ടികളാണെങ്കിൽ ഹിജാബ് നിരോധനവും അതേ തുടർന്നുണ്ടായ ഇപ്പോഴത്തെ സാഹചര്യവും അവർക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. അത് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സഹിക്കാവുന്നതിലപ്പുറമുള്ള സങ്കടമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഹിജാബ് അവരെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് അവർക്കൊരു തുണിക്കഷ്ണം മാത്രമല്ല, അത് അവരുടെ ദീനിൻ്റെ മുദ്രയാണ്, അവരുടെ ഇസ്ലാമിൻ്റെ മുദ്രയാണ്, അവരുടെ അഭിമാനത്തിൻ്റെ മുദ്രയാണ്. ഒരു നമ്പൂതിരിക്ക്, അതല്ലെങ്കിൽ അയ്യങ്കാർമാർക്ക്, അവർക്ക് പൂണൂല് എപ്രകാരം അവരുടെ ശരീര മനോബുദ്ധി ഉപാധികളുടെ ഭാഗമാകുന്നുവോ അപ്രകാരം തന്നെ കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രവും അതുപോലെ തന്നെയാണ്. പാതിരിമാരുടെ ലോഹ എല്ലാം ഇതുപോലെ തന്നെയാണ്. ചില വലിയ പാതിരിമാരുണ്ട്, മൂത്ത പാതിരിമാർ, കയ്യിൽ കുന്തവും കുറുവടിയും അതും ഇതും തൊപ്പിയും കിരീടം, അതൊക്കെ അവരുടെ മുദ്രയുടെ ഭാഗമാണ്. അതിൻ്റെ എല്ലാം നിരോധനം അവരുടെ മനസ്സിൽ വലിയ സങ്കടത്തിന് ഇടയാക്കുന്നുള്ള സംശയമില്ലല്ലോ. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, അറിയാൻ മറന്നു പോകും. കറുത്ത മുണ്ടെടുത്ത് മാലയിട്ട് ഒരു മാളികപ്പുറം വന്നാൽ, ശബരിമല സീസണിൽ വന്നാൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇതിട്ട് വരാൻ പാടില്ല പോ എന്ന് പറയാൻ ഈ പള്ളിപ്പെണ്ണുങ്ങൾക്ക് ധൈര്യമുണ്ടാവൂ. പണ്ട് ധൈര്യം ഉണ്ടായിരുന്നു, ഹിന്ദുവിനെ എത്ര മണി ചവിട്ടാം. ഇന്നിപ്പോൾ ഹിന്ദുത്വവാദികൾ വന്നിട്ടുണ്ട്. ഹിന്ദുവിന് എന്ത് പ്രശ്നം വിളിച്ച് ആടി വീഴുവർ, നല്ല അടി കിട്ടും. അതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റില്ല. ഹിജാബിൻ്റെ പേരിൽ പറയാം, കാരണം അവർ സംയമനം പാലിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് അത് പറയാം. ഏതായാലും ഇത്രയും വലിയ സമ്മർദ്ദം സഹിച്ച് അവരവിടെ തുടരുന്നതിൽ സാങ്കത്യം എന്താണ്? അധ്യയന വർഷം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ. എന്നാൽ മാക്സിമം ഈ അധ്യയന വർഷം കഴിയുന്നത് വരെ അവരവിടെ തുറന്നേക്കും. അതൊരു പരാജയമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ ഈ അധ്യയന വർഷം കഴിഞ്ഞിട്ട് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും സെൻറ്റ് റീത്താസിലെ മുസ്ലിം കുട്ടികൾ അവിടെ തുടരുകയാണെങ്കിൽ
അത് മുസ്ലിം സമൂഹത്തിന് ഉണ്ടാക്കുന്ന വലിയ പരാജയം തന്നെയായിരിക്കും, അത് യാതൊരു സംശയമില്ല. അടുത്ത അധ്യയന വർഷത്തിലും മുസ്ലിം കുട്ടികൾ തുടരുന്ന വർഷം, അതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികൾക്കും കുടുംബത്തിനും അവരുടെ കുടുംബത്തിനും വലുത് ഇസ്ലാമൊന്നുമല്ല, ദീനല്ല, മറിച്ച് ഭൗതിക സാഹചര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള ജീവിത പ്രോജ്വലനം അത് മാത്രമാണെന്നല്ലേ വരുന്നത്. തലയിൽ തട്ടമിടാൻ അനുവദിക്കാത്ത സ്കൂളിൽ മുസ്ലിം കുട്ടി പോകുന്നുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ കുടുംബം അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ആ കുടുംബം ആ ഒരു കുടുംബം അടക്കുന്ന ആ സമൂഹം അത്തരമൊരു സ്കൂളിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അത്തരമൊരു സാഹചര്യത്തെ നിസ്സംഗതയോടെ അവിടുത്തെ മഹല്ലും പള്ളിക്കാരും നോക്കി കാണുന്നുവെങ്കിൽ നിങ്ങൾ പറയൂ അതൊരു പരാജയമല്ലേ, വമ്പൻ പരാജയമല്ലേ? ഇങ്ങനൊരു പരാജയവും അതിൻ്റെ പേരിലുള്ള മാനക്കേടും മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുറപ്പിച്ച് തറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയൂ? ഇല്ല എന്ന് പറയാനൊരു കാരണമുണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. കാരണം സെൻറ്റ് റീത്താസിലെ ഹിജാബ് പ്രശ്നം വന്നപ്പോൾ ഒരു സൈന്യത്തിൻ്റെ മുന്നേറ്റം പോലെ, ആർട്ടിലറി എന്ന് പറയും, മുമ്പിൽ നിൽക്കുന്ന സൈന്യത്തിൻ്റെ മുന്നേറ്റം പോലെ, ഒരു സുനാമി തിര പോലെ, രാക്ഷസ തിര പോലെയാണ് ഹിജാബ് വിരുദ്ധരും, സംഘികളും ക്രിസംഖ്യകളും പള്ളിക്കാരും പട്ടക്കാരും കോൺഗ്രസ്സുകാരും എല്ലാവരും ചേർന്ന് ഹിജാബ് വിരുദ്ധതയ്ക്ക് ചുറ്റും അഭേദ്യമായിട്ടുള്ള, ഭേദിക്കാൻ കഴിയാത്തൊരു കോട്ടയാണ് കെട്ടിയുയർത്തിയത്. നിങ്ങൾ കണ്ടതാണല്ലോ. അതേസമയം ആ പഴയകാല പ്രതാപം, പ്രതികരണശേഷി ഇല്ലാത്ത ഒരു കൂട്ടമായിട്ട്, ആ പഴയകാല പ്രതാപമില്ലാത്തവരായിട്ട്, പ്രതികരണശേഷി ഒട്ടുമില്ലാത്തൊരു കൂട്ടമായിട്ട് മാറിയോ കേരളത്തിലെ മുസ്ലിങ്ങൾ? എനിക്കങ്ങനെ സംശയം തോന്നി, നിങ്ങൾക്കും തോന്നിയോ? അങ്ങനെ സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഉദാഹരണത്തിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് 72 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വായ തുറന്നത്. ഈ 72 മണിക്കൂറുകൾക്കുള്ളിൽ 72,000 പ്രസ്താവനകളാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എക്സിലും ഷോർട്ടായിട്ടും റീലായിട്ടും വീഡിയോ ആയിട്ടും ഹിജാബ് വിരുദ്ധതയുമായിട്ട് ആഞ്ഞടിച്ചത്. സാഹചര്യങ്ങൾ ഇങ്ങനെ തുടരുന്ന പക്ഷം അടുത്ത അധ്യയന വർഷത്തിലും സെൻറ്റ് റീത്താസിൽ ഇപ്പോഴുള്ള മുസ്ലിം കുട്ടികൾ ഒന്നടങ്കം തുടരും എന്നാണ് അനുമാനിക്കേണ്ടത്. അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്തായിട്ട് കാണണം? ഇസ്ലാം, ഹിജാബ്, ദീൻ, അതിലേക്ക് അപ്പുറമാണ് അക്കാഡമിക വിദ്യാഭ്യാസം. അങ്ങനെ കരുതുന്ന ഒരു മുസ്ലിം സമൂഹം ഇവിടെ വളർന്നു വരികയാണെന്നല്ലേ വിചാരിക്കേണ്ടത്. ഇസ്ലാമിനേക്കാളും ഹിജാബിനേക്കാളും ദീനിനേക്കാളും ഒക്കെ വലുത് IAS ആണ് ഞങ്ങൾക്ക്, IPS ആണ് ഞങ്ങൾക്ക്, MBBS ആണ് ഞങ്ങൾക്ക്. ഇതല്ലേ ആ ഒരു സമൂഹത്തിൻ്റെ പുതിയ ജൻസി എന്നൊക്കെ പറയാം. അങ്ങനൊരു മനോഭാവം മുസ്ലിം പുതുതലമുറയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ജൻസിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മുസ്ലിങ്ങളും വിജയമായിട്ട് കാണണോ അതോ പരാജയമായിട്ട് കാണണോ? എങ്ങനെ വേണ്ടി കാണാം. ഒന്നേ പറയാനുള്ളൂ, സെൻറ്റ് റീത്താസ് ഹിജാബ് സംഭവം ദൂരവ്യാപക ഫലങ്ങളുണ്ടാക്കും. അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ദോഷം അത് ക്രൈസ്തവ സമൂഹത്തിനാണോ ഉണ്ടാകുക, മുസ്ലിം സമൂഹത്തിനാണോ ഉണ്ടാകുക, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. കാത്തിരിക്കാം. നമസ്കാരം.